ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ബിസി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ബിസിയാണ്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കെട്ടിയോൻ്റെ വീട്ടിലോട്ട് കെട്ടും ഭാണ്ഡങ്ങളും എല്ലാം എടുത്തിട്ട് പോവാണ് കേട്ടോ. ആ ഒരു സെയിം ഡേയിലുള്ള വിശേഷങ്ങളാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നമുക്ക് ചപ്പാത്തിയും അതേപോലെ തന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു. ഇന്ന് മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ അതൊക്കെ ആക്കിയും വേണം. അങ്ങനെ ഒരു സൈഡിൽ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ സൈഡിൽ മക്കൾക്കുള്ള ഫുഡൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ചോറ് മാത്രം പോരാ, അതിൻ്റെ ഇടയിൽ കൂടെ 2 പേർക്കും കൂടെ ഉള്ള സ്നാക്സും കൂടെ അങ്ങ് ആക്കി കൊടുക്കണം. അപ്പോൾ ഇന്ന് നിഫ്രകുട്ടിന് വന്നിട്ട് കപ്പ് കേക്കും ഉണ്ട്, പിന്നെ ചപ്പാത്തിക്കകത്ത് കുറച്ച് ന്യൂട്ടെല്ലാം കൂടെ ആക്കിയിട്ട് അങ്ങ് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവളുടെ സ്പെഷ്യൽ വന്നിട്ട് അതാണ് കേട്ടോ. നിഷുവിന് പിന്നെ കുറച്ച് കപ്പ് കേക്കും കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് അത് മതി. ദെൻ 2 പേർക്കുള്ള വാട്ടർ ബോട്ടിലിൽ വെള്ളമൊക്കെ അങ്ങ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. മദ്രസയും സ്കൂളും ഒക്കെ ഒന്നായതുകൊണ്ട് തന്നെ സ്നാക്സ് ഇവർക്ക് മസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് ആക്കി കൊടുക്കുന്നത്. എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബാസ്മതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് വന്നിട്ട് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആക്കി കൊടുക്കാനാണ് പ്ലാന്. നിഷുവിന് കുഴപ്പമില്ല, നിഷു എന്ത് ഫുഡായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് കഴിക്കണ ഒരാളാണ്. പക്ഷേ നിഫ്രകുട്ടൻ അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ ഇങ്ങനെയും ഒന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയിട്ട് ഫ്രൈഡ് റൈസ് എന്നൊക്കെ പേരൊക്കെ പറഞ്ഞു കൊടുത്താൽ ആൾ കുഴപ്പമില്ല, കഴിച്ചോളും. ഈ അടുത്ത കാലത്തെങ്ങാണ്ട് തുടങ്ങിയ ഒരു അസുഖമാണ് കേട്ടോ എനിക്ക്. രാവിലെ ചായ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഉഷാറും ഉണ്ടാവത്തില്ല. അങ്ങനെ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അതിനുശേഷം നമ്മുടെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസിൻ്റെ പരിപാടിയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഒരുപാട് വെജിറ്റബിൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കണില്ല. കുറച്ച് ക്യാരറ്റും കുറച്ച് വല്യുള്ളിയും അതിലോട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ് ഒന്നല്ല കേട്ടോ, ജസ്റ്റ് അവന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ് ആക്കി കൊടുക്കണത്. അങ്ങനെ അതിനകത്തോട്ട് 2 എഗ്ഗും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ റൈസൊക്കെ ഓൾറെഡി വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ടും നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ജസ്റ്റ് നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. എനിവേ നമ്മുടെ മക്കളെ പറ്റിക്കാനുള്ള ഫ്രൈഡ് റൈസ് ഒക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സംഭവം ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഇവന്മാർക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം വലിയ എരിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ സൈഡായിട്ട് ടൊമാറ്റോ സോസോ വൈറ്റ് സോസോ ഒന്നും തന്നെയല്ല ആക്കി കൊടുക്കുന്നത്. ഓൾറെഡി ഇവിടെ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു സാലഡ് അങ്ങ് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അതും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് 2 പേരും എണീറ്റിട്ട് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. 2 ആളെയും ഒരുമിച്ച് കിട്ടിയതല്ലേ. ഐബുട്ടൻ രാവിലെ എണീറ്റ് വന്നതേ ക്യാമറൻ്റെ മുന്നിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മക്കളൊക്കെ സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. അവർ പോയ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ഓരോ പരിപാടികളായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഐബുട്ടനൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കിച്ചണിലോട്ട് ഇറങ്ങി ഫുഡ് കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. അനിയത്തിയും ഇപ്പച്ചിയും കൂടെ കൂടിയിട്ട് എന്താ പറയുക, നല്ല സേവനവാരത്തിലാണ് കേട്ടോ. അതായത് മുറ്റം മൊത്തം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഡെയിലി അടിച്ചു വാരലൊന്നുമില്ല. അപ്പോൾ ആകെ മൊത്തം പച്ച പിടിച്ച് കിടപ്പാണ്. അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നതുകൊണ്ട് തന്നെ അവൾ കുറേ ദിവസമായിട്ട് അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറവാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പണി അവൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെത്തിക്കോരലും വഴി നന്നാക്കലും അങ്ങനെ ഓരോരോ പണികളാണ്. ഇതും നമ്മൾ കുറേ ദിവസം മുമ്പ് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ലോങ് ഗ്യാപ്പ് തന്നെ വന്നിട്ടുണ്ട്. ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് മൊത്തം അതിൻ്റെ തിരക്കിലായിപ്പോയി. ഇപ്പോഴാണ് ഇതെല്ലാം ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ഒന്നീന്ന് തുടങ്ങിയിട്ട് വേണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെയിം ഡേ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു ക്ലിപ്സോ അതേപോലെ തന്നെ ഫുഡ് കഴിക്കണ ആ ഒരു ഭാഗങ്ങളോ ഒന്നും തന്നെ ഞാൻ എത്ര ഗ്യാലറിക്കകത്ത് തിരഞ്ഞു നോക്കിയിട്ടും കാണാനില്ല. അതിനി ഞാൻ എടുക്കാത്തതാണോ അതോ ഇതിനകത്ത് നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണോ ഒന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും ഉള്ളതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഞാനൊരു വീഡിയോ അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുറ്റം നന്നാക്കലൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്ക് ഏകദേശം ഉച്ചയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെയൊക്കെ പെൻഡിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർ നെക്സ്റ്റ് ഡേ ഒക്കെ ആയിട്ട്
ആയിട്ട് അങ്ങ് തീരുമാനമാക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ വീക്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇയാൾ വരലുണ്ട്. അയാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ മീൻസ് ഇങ്ങനെ ബേസിക് നീഡ്സ് ഒക്കെ കൊണ്ടുവരുന്ന ഒരാൾ കേട്ടോ. ഇങ്ങനെ കുറേ ഐറ്റംസ് ആളുടെ കയ്യിലുണ്ട്. ചവിട്ടി, അതേപോലെ തന്നെ മോപ്പ്, ചൂല്, മുറം, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ബക്കറ്റ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാകും. അതായത് ഇതെല്ലാം നമ്മുടെ ബേസിക് നീഡ്സ് ആണ്. നമുക്കൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളേക്കാരം. അപ്പം നമുക്കില്ലാത്തതൊക്കെ ഉണ്ടല്ലോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓർമ്മ കിട്ടും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും വാങ്ങിച്ചില്ല, കുറച്ചൊക്കെ വാങ്ങിച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ ഇതിൽ കാര്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് വന്നിട്ട് ഈവനിങ് ആണ്. അതായത് എനിക്ക് പോകാനുള്ള പെട്ടിയും പ്രമാണമൊക്കെ ഇപ്പച്ചി ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ കാലമായി ഞാൻ ഇവിടെ വന്നു കൂടിയിട്ട്. അപ്പോൾ അത്യാവശ്യമുണ്ട് കൊണ്ടുപോകാനേ. അങ്ങനെ കുട്ടിൻ്റെതും എൻ്റെതും നിഷുവിൻ്റെതും ഒക്കെ ഓരോരോ സൈഡിലാക്കിയിട്ട് ഇങ്ങനെ മാറ്റി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിയത്തിയും നല്ല കട്ടൊക്കെ എന്നെ ഹെൽപ്പാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ പോകുന്ന ദിവസമായതുകൊണ്ട് ആകെ മൊത്തം വെപ്രാളാണ്. കാരണം കുറേ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാനിപ്പനോട് പറയണമുണ്ട് എന്നെ കണ്ണൂർക്ക് കെട്ടിച്ചൂടേനോ എന്നൊക്കെ ചോദിക്കണുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. ഐബുട്ടന് പിന്നെ ഇതൊന്നും അറിയണ്ട, ആൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതിൻ്റെ പൊലിവിലാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കുറേ ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. എന്തോ കൊല്ലാൻ കൊണ്ടുപോകണൊക്കെ ഒരു ഫീലാണ്. എന്തായാലും പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മളിതാ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോനും ഉണ്ട്, അതായത് നമ്മുടെ ഇസുട്ടന്, അവനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അങ്ങനെ അവിടെ എത്തിയതിന് ശേഷമുള്ള, അതായത് അനക്കത്തത്തെ വീട്ടിലെത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.